السلام عليكم ورحمة الله. كيف حالكم وشخباركم وعساكم طيبين أحباء المشتركين والمشاهدين. مرحبا بكم إلى قناتي تعلم العربية مع فايزي. ലേൺ അറബിക് ഫൈസിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. കാരണം നമ്മളുടെ അറബി ലിസണിങ് സ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ചെറിയ ഒരു വീഡിയോ അതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. വളരെ 1 മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ അതിൽ 2 അറബികൾ തമ്മിലുള്ള സംസാരമാണ്, അതായത് നാടൻ സംസാരം. പക്ഷേ അതിൽ ഒന്ന് ബ്രോക്കൺ ലാംഗ്വേജും മറ്റൊന്ന് ശരിയായ, അതായത് സ്പോക്കൺ അറബിക്കുമാണ്. അപ്പോൾ ഇത് ഒരു ബ്രോക്കൺ അറബിക്കും സ്പോക്കൺ അറബിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലൂടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സംസാര രീതി മനസ്സിലാക്കുക. ഇത് അവരൊരു ഫണ്ണി രൂപത്തിലെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അവരുടെ ശൈലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവർ പറയുന്ന ആ ഒരു അറബി അത് എന്താണ് എന്നുള്ളത് ശരിക്കും കീറി മുറിച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ആദ്യം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് കാണുക. അതിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ചില വാക്കുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളുണ്ടാവും. അങ്ങനത്തെ വാക്കുകളുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ ഞാൻ അതിന് ശേഷം, ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അതിനുശേഷം അവർ അതിൽ പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം വീണ്ടും ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ കാര്യം മനസ്സിലാകും. അപ്പോൾ ഞാൻ ആദ്യം ആ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ സ്പീഡ്, നോർമൽ സ്പീഡിൽ നിന്നും സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾക്കത് വെച്ച് തരാം. അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷനെ കഴിഞ്ഞതിന് ശേഷം അതിനെ നോർമൽ സ്പീഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ആദ്യ ഘട്ടമാണ്. അതുകൊണ്ട് എത്ര അത് മനസ്സിലാക്കിയാലും നിങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ വാക്കുകളൊന്നും ചിലപ്പോൾ വ്യക്തമായില്ല എന്ന് വരും നോർമൽ സ്പീഡിൽ ആ വീഡിയോ കേൾക്കുമ്പോൾ. പക്ഷേ അത് കാര്യമാക്കണ്ട, നമ്മൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നമ്മളിങ്ങനെ കീറി മുറിച്ച് മനസ്സിലാക്കി ആ വീഡിയോ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ അതിങ്ങനെ പരിചയപ്പെട്ട് കൂടുതൽ കേട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് അവരുടെ ആ ഒരു ശൈലി മനസ്സിലാകും, പല വാക്കുകളും നമുക്ക് ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് ആദ്യം ആ വീഡിയോ കുറച്ച് സ്പീഡ് കുറച്ച് കണ്ടു നോക്കാം. عبا ممكن شنطة في فلوس زيادة ممكن. السلام عليكم. السلام ورحمة الله. لا حول ولا قوة إلا بالله. هاي السلام عليكم. عليكم السلام. تفضل أخ حرامي. أنا يهرب أنت ما يجي أكيد هذا الشنطة ما في فلوس صح؟ لا والله إن فيها فلوس، فيها 100,000. 100,000 أنت ليش ما يركض؟ بيني وبينك أنت ما سرقتني ولا أنت عارف إنك سريع. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അത് വളരെ ശ്രദ്ധയോട് കൂടി ആ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ശരി, ഇനി അതിലെ ചില വാക്കുകൾ മാത്രം, ചില വൊക്കാബുലറീസ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആദ്യം തന്നെ പറയുന്ന ഒരു വൊക്കാബുലറി ഷൻത എന്നതാണ്. ഷൻത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ്, പെട്ടി, ഇതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഷൻത. രണ്ടാമത്തെ ഒരു വാക്ക് എന്താണ്, യഹ്റുബ് എന്നൊരു വാക്ക്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. യഹ്റുബ് എന്നാണ്. യഹ്റുബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവുക എന്ന് പറയുമല്ലോ, ഓടി രക്ഷപ്പെടുക, ഓടുക എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് യഹ്റുബ് എന്നുള്ളത്. ഓക്കെ, നമുക്കിനി വീഡിയോയിൽ ഓരോ ഡയലോഗുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാദ മുംകിൻ ഷൻത ഫി ഫുലൂസ് സിയാദ. മുംകിൻ. ഓക്കെ, ഇത് ബ്രോക്കൺ അറബിക്കാണ്. ഓക്കെ, എന്നാലും അതെന്താണ് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് നോക്കാം. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് ഹാദ എന്ന് പറഞ്ഞാൽ. മുംകിൻ എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട്, മേ ബി എന്ന അർത്ഥത്തിൽ ഇവിടെ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഷൻത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ബാഗ്. ഓക്കെ, പെട്ടി അല്ലെങ്കിൽ ബാഗ്. ഓക്കെ, ഷൻത. ഫി ഫുലൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫി ഫുലൂസ്, ഫുലൂസ് ഉണ്ട് എന്നർത്ഥത്തിൽ. നമ്മൾ ഫി മാഫി എന്നറിയാലോ. അപ്പോൾ അതിൽ ഫി ഫുലൂസ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ട് എന്നുള്ളതാണ്. ഫുലൂസ് ഉണ്ട്, ജ്യാദ ഒരുപാട് പൈസയുണ്ട്. ഓക്കെ, മുംകിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹാദ മുംകിൻ ഷൻത ഫി ഫുലൂസ് ജ്യാദ. ഓക്കെ, അപ്പോൾ ഈ പെട്ടിയിൽ ഒരുപാട് പണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബ്രോക്കൺ ലാംഗ്വേജിൽ
അയാൾ പറയുന്നത്. പിന്നെ അയാൾ വരുന്നു, പെട്ടി കൊണ്ട് വരുന്ന അടുത്തെത്തുമ്പോൾ മറ്റേ ആൾ സലാം പറയുന്നു. ഇയാൾ സലാം തിരിച്ചു മടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു, ആ പെട്ടി എടുത്തിട്ട് അയാൾ ഓടുകയാണ്. ഓക്കെ, ഓടി കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുന്നു. അപ്പോൾ ഇയാൾ എന്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് അയാൾ പതുക്കെ എന്തായാലും ഇവൻ്റെ പുറകെ പോവാതെ നേരെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് അവർ പിന്നെ ഇടയ്ക്ക് അവരുടെ സംഭാഷണത്തിലും ഇതിലൊക്കെ ചിലർക്ക് ഉപയോഗിക്കുന്നതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല, അപ്പോൾ അഡീഷണലായിട്ട് നമ്മൾ പറയുന്നത് വല്ലാത്ത ഒരു പാട് എന്നൊക്കെ നമ്മൾ മലയാളത്തിലെ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷൻ, അറബിയിലൊരു വേർഷൻ ഉണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ്, എല്ലാ കഴിവും ദൈവത്തിനാണ് എന്നുള്ളൊരു ആശയത്തിലുള്ളൊരു വാക്കാണത്, ഒരു വാചകമാണത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ട് അയാളാണ് പോകാൻ തുടങ്ങുമ്പോൾ ഈ പെട്ടി എടുത്തുകൊണ്ട് പോയ ആൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കി സലാം പറയാണ്. സലാം പറഞ്ഞിട്ട് അപ്പോൾ ഇയാളും പറയാണ് വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞിട്ട് പറയാണ് ഫദ്ദൽ അഖ് ഹറാമി എന്നാണ്. ഫദ്ദൽ അഖ് ഹറാമി, അതായത് ഫദ്ദൽ എന്ന് പറഞ്ഞാൽ വാ എന്നുള്ളതാണ്. ഫദ്ദൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഫദ്ദൽ എന്ന വാക്ക് അല്ലേ. അപ്പോൾ ഫദ്ദൽ എന്ന് പറഞ്ഞാൽ വാ എന്നാണ്. ശരി, അഹ് ഹറാമി എന്നാണ്. അഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ എന്നുള്ളതിന് പറയുന്നതാണ് അഹ്. ഹറാമി എന്ന് പറഞ്ഞാൽ ഹറാമി എന്ന് തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഈ പെട്ടി എടുത്തുകൊണ്ട് അയാൾ പറയണത് അന യഹ്റുബ് അൻത മാ ഈജി, അന യഹ്റുബ് അൻത മാ ഈജി എന്നുള്ളതാണ്. അന യഹ്റുബ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്, ഞാൻ ഈ ബാഗ് എടുത്തിട്ട് ഓടി രക്ഷപ്പെട്ടു, ഞാൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു, ഇൻത മാ ഈജി നീ വന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശം. ശരിക്ക് ബ്രോക്കനാണ് ഈ പറഞ്ഞത്. അക്കീദ് ഹാദ ശൻത മാ ഫി ഫുലൂസ്. അഖീദ് എന്നുള്ളത് തീർച്ചയായും, ഡെഫിനിറ്റ്ലി എന്നുള്ളൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അഖീദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. എന്താണ് ഹാദ ശൻത, ഈ ബാഗ് മാ ഫി ഫുലൂസ്, ഈ ബാഗിൽ പൈസ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ ബാഗിൽ പൈസ ഇല്ല. ശരിയല്ലേ, ഈ ബാഗിൽ പൈസ ഇല്ലല്ലോ എന്ന് ഇയാൾ തിരിച്ച് അയാളോട് ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേ ആൾ പറയാണ്, ഇനി ശരിയായ അറബി കേട്ടോ, ലാ വല്ല, ലാ അതിൽ ലാ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നർത്ഥത്തിൽ പറയാം. വല്ലാ ഇന്ന ഫീഹ ഫുലൂസ്, വല്ലാ ഇന്ന ഫീഹ ഫുലൂസ്. വല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സത്യം എന്ന ദൈവത്തിൻ്റെ പേരിൽ സത്യം എടുത്തിട്ട് പറയാണ്. വല്ല ഇന്ന ഫീഹ ഫുലൂസ്, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ്. ഫീഹ എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട്, ഇന്ന ഫീഹ ഫുലൂസ്, ഇതിൽ പൈസയുണ്ട്, തീർച്ചയായും ഇതിൽ പൈസ ഉണ്ട്. വല്ല ഇന്ന ഫീഹ ഫുലൂസ്, അതിൽ തീർച്ചയായും പൈസ ഉണ്ട്. ഫീഹ അതിലെന്തുണ്ട്, മിഅത അൽഫ്, അതിൽ പിന്നെ നമ്മൾ പറയുന്ന ഏകദേശം 1,00,000-ഓളം രൂപ എന്ന് പറയുമല്ലോ. അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമാണ് ഈ 1,00,000 കോടിയൊക്കെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് മിഅത അൽഫ് എന്ന് പറഞ്ഞാൽ 100,000 എന്നുള്ള, അപ്പോൾ 100,000 മിഅത അൽഫ് ഫുലൂസ് അതിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ മറ്റേ ആൾ പറയുകയാണ് മിഅത അൽഫ് ഉണ്ടോ അതിലെ, ഇൻതലേഷ് മാ തർക്കുദ്, ഇൻതലേഷ്, ലേഷ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ് ലേഷ്. മാ തർക്കുൽ, ഓക്കെ, മാ തർക്കുൽ എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ട് ഓടിയില്ല എന്നുള്ളത്. ഇൻതലേഷ് മാ തർക്കുൽ, നീ എന്തുകൊണ്ട് ഓടിയില്ല, അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ നീ ഓടി വന്നില്ല. കാരണം 100,000 1,00,000-ഓളം രൂപ അതിലുണ്ട്, എന്നിട്ട് നീ എന്തുകൊണ്ട് എൻ്റെ പുറകെ ഓടി വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ പറയണം ബൈനി വ ബൈനിക്, എൻ്റെ നിൻ്റെ ഇടയിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ അത് നടക്കൂല എന്ന അർത്ഥത്തിൽ പറയുന്നതാണ്. ബൈനി വ ബൈനിക്, എൻ്റെയും നിൻ്റെയും ഇടയിലോ. ഇൻതമാ സറക്തനി വല്ല ഇൻത ആരിഫ് അന്നക സരിയ, അതായത് ഇൻതമാ സറക്തനി, സറക്ക അല്ലെങ്കിൽ സരിഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർന്നെടുത്തു, മോഷ്ടിച്ചു എന്നുള്ളതിനാണ്. ഇപ്പം സരിഖ്ത് എന്ന് പറഞ്ഞാൽ, ഇൻത സരിഖ്ത് എന്ന് പറഞ്ഞാൽ നീ മോഷ്ടിച്ചു, നീ കവർന്നെടുത്തു. ഇൻത സരിഖ്തനി, നീ എന്നെ മോഷ്ടിച്ചു അല്ലെങ്കിൽ എന്നിൽ നിന്ന് കവർന്നെടുത്തു എന്നർത്ഥത്തിലാണ്. അപ്പോൾ എന്താ പറയുക, ഇൻത മാ സരിഖ്തനി എന്ന് പറഞ്ഞാൽ നീ എന്നിൽ നിന്ന് കവർന്നെടുത്തില്ല. വ ഇല്ല ഇൻത ആരിഫ്, നീ അറിവുള്ളവൻ ആയിട്ടല്ലാതെ. ആറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. ഓക്കെ, ആരിഫ് എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. അപ്പോൾ വ ഇല്ല ഇൻത ആരിഫ്, നീ അറിയുന്നവൻ ആയിട്ടല്ലാതെ നീ എന്ത് ചെയ്തിട്ടില്ല, എന്നിൽ നിന്ന് കവർന്നെടുത്തിട്ടില്ല. എന്താണ് അറിയുന്നത്, അന്നൊക്കെ ശരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗതയുള്ളവൻ എന്നാണ്. അപ്പോൾ നീ വേഗതയുള്ളവനാണ് എന്ന് അറിയുന്നവനായിട്ടല്ലാതെ എന്നിൽ നിന്ന് നീ ഇത് കവർന്നെടുത്തില്ല എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഇത് മോഷ്ടിക്കാൻ കാരണം നീ വേഗതയേറിയവനാണെന്ന് നിനക്കറിയാം, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, തട്ടിപ്പറിച്ചിട്ട് നീ ഓടിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, നിൻ്റെ പുറകെ ഓടണോ എന്നുള്ളതാണ് ആ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇൻതമാ സരിഖ്തനി വല്ല ഇൻത ആരിഫ് അന്നക സരിയ, അപ്പോൾ നീ വേഗതയേറിയവനാണെന്ന് നിനക്കറിയാം, അതുകൊണ്ടല്ലേ നീ മോഷ്ടിച്ചത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇനി നമുക്കിടയിൽ ഇനി ഓടി വന്നിട്ട് ഇനി ഒരു പിന്നെ ഒരു ഫൈറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തട്ടിപ്പറിക്കാനോ അതിന് ഞാനില്ല എന്നൊരു ആശയത്തിൽ അയാൾ തിരിച്ചു പറയാണ്. ايوه لكن انت لازم حاول. ايش من احاول؟ انت لابس جوتي ومجهز نفسك، ما سرقت الا انت عارف انك فلته ربل.
ايوه لكن اليوم انا في واحد حكمه، انسان لازم يجي يحاول كل مره، هو يجي فشل لكن لازم يحاول. يا بجاحتك حرامي وعدك لا تفلسف، ما شاء الله عليك، بز الشنطه وانقلع. ايوه خلاص انت الله يسرك، انا في واحد اتفاق، انا يسوي لعبه، انت فوز انت شيل شنطه، انا فوز انا اشيل شنطه، نجرب. جاهز؟ جاهز. 1 2 3. هذا يا مني فوز والله، هو كيف فكر. ശരി, മറ്റൊരു വാക്ക് ഹാവൽ എന്നുള്ളതാണ്. ഹാവൽ, ഓക്കെ, അല്ലെങ്കിൽ ഹാവിൽ എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഹാവൽ എന്ന് പറയുക. ഹാവൽ അല്ലെങ്കിൽ ഹാവിൽ എന്ന് പറയുക. ഓക്കെ, ട്രൈ ചെയ്യുക എന്നുള്ളതിന് മറ്റൊരു വാക്കുണ്ട് ജെരിബ് എന്നുള്ളൊരു വാക്കാണ് ട്രൈ ചെയ്യുക എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്, ജെരിബ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചുള്ള ഹാവിൽ എന്നുള്ള വാക്കാണ് ട്രൈ ചെയ്യുക എന്നുള്ളത്. ഇനി മറ്റൊരു വാക്ക് എന്താണ്? ഫഷൽ എന്നാണ്. ഫഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുക എന്നുള്ളതാണ്. ഫഷൽ എന്ന് പറഞ്ഞാൽ തോറ്റു എന്നാണ്. ഫഷല, തോറ്റു. ഓക്കെ, അപ്പോൾ തോറ്റു അല്ലെങ്കിൽ തോൽക്കുക, തോൽവി എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഫഷൽ എന്നുള്ളത്. ശരി, മറ്റൊന്ന് ബുസ്സ എന്ന വാക്കാണ്. ബുസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുദ്, എടുക്ക് എന്നുള്ളതിന് പറയുന്നുണ്ട്. എടുക്ക്, ബുസ്സ എന്ന് പറഞ്ഞാൽ എടുക്കൂ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ശരി, മറ്റൊന്ന് ഇൻഗല എന്നാണ്. ഇൻഗല എന്ന് പറഞ്ഞാൽ പോ എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ്. കുറച്ച് പിന്നെ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുമല്ലോ, ആ രൂപത്തിൽ പറയുന്ന, കുറച്ച് സ്ട്രോങ്ങിൽ പറയുന്നതാണ്. വിട്ടോ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, വേഗം വിട്ടോ എന്ന രൂപത്തിൽ പറയുന്നതാണ് ഇൻഗല എന്നുള്ളത്. ഇൻഗല. ഓക്കെ, അപ്പോൾ ഈ ബാഗ് മോഷിച്ചാൽ എന്താ പറയണേ? ലാക്കിൻ ഇൻത ലാസിം ഹാവൽ. ലാക്കിൻ എന്നാൽ ഇൻത ലാസിം ഹാവൽ. ലാസിം എന്നുള്ളത് പിന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലാസിം. അപ്പോൾ ലാസിം ഹാവൽ, എന്തായാലും എന്ത് ചെയ്യണം? നീ ട്രൈ ചെയ്യണം. അപ്പോൾ ഹാവൽ എന്ന വാക്ക് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു അല്ലേ? അപ്പോൾ ലാക്കിൻ ഇൻത ലാസിം ഹാവൽ, നീ എന്തായാലും ട്രൈ ചെയ്യണം എന്ന് ഈ ബാഗ് മോഷിച്ചുകൊണ്ട് പോയ ആൾ ഇയാളോട് തിരിച്ച് പറയുകയാണ്. അപ്പോൾ മറ്റേ ആൾ തിരിച്ച് പറയുകയാണ് എന്ത്? ഏഷ് മിൻ ഹാവൽ, എന്ത്, ആര് ട്രൈ ചെയ്യാൻ എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഏഷ് മിൻ ഹാവൽ, അത് ശരിക്കും പറഞ്ഞ ഒരു നാടൻ പ്രയോഗമാണ്, അവിടെ സംസാരത്തിൽ ഉള്ള ഒരു പ്രയോഗമാണ്. ഓക്കെ, ഏഷ് മിൻ ഹാവൽ, ആര് എന്ത് ട്രൈ ചെയ്യാൻ. ഓക്കെ, ഇൻതലാബിസ് ജ്യൂത്യു എന്നാണ്. ഇൻതലാബിസ്, ലാബിസ് എന്ന് പറഞ്ഞാൽ നീ ധരിച്ചവനാണ്. ജ്യൂത്യു എന്നാണ്. ജ്യൂത്യു എന്ന് പറഞ്ഞാൽ ചെരുപ്പിന് പറയുന്നതാണ്. പിന്നെന്താണ്? ജാഹിസ് നഫ്സക്, നീ സ്വയം ഒന്ന് പിന്നെ റെഡിയായി വന്നവനാണ്. ജാഹിസ് എന്ന് പറഞ്ഞാൽ റെഡി എന്നർത്ഥം. ജാഹിസ് നഫ്സക് എന്ന് പറഞ്ഞാൽ നീ സ്വയം പിന്നെ റെഡിയായിട്ട് വന്നവനാണ്. അപ്പോൾ നീ ചെരുപ്പ് ധരിച്ച് പിന്നെ റെഡിയായിട്ട് വന്നവനാണ്. മാ ശരിഖ് ഇല്ല ഇൻ ആരിഫ്, അതേ നേരത്തെ പറഞ്ഞ അതേ വാക്കിനെ റിപ്പീറ്റ് ചെയ്യണത്. മാ ശരിഖ് ഇല്ല ഇൻ ആരിഫ്, പിന്നെ നീ പിന്നെ അറിയുന്നവനായിട്ടല്ലാതെ എന്ത് ചെയ്യില്ല, നീ എന്നെ മോഷ്ടിച്ചില്ല. അതായത് നീ എന്നെ മോഷ്ടിക്കാൻ കാരണം എന്താണ്? ഇല്ല ഇൻ ആരിഫ് അന്നക ഫൽത റിബൽ. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു വാക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് സരിയ എന്നുള്ളതാണ് നേരത്തെ ഉപയോഗിച്ച വാക്ക്. അപ്പോൾ അതിന് പകരമായിട്ട് ഇയാൾ ഉപയോഗിച്ച വാക്കിനാണ് പിന്നെ അന്നക ഫൽത റിബൽ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നീ നന്നായിട്ട് ഓടുന്നവനാണ്. അപ്പോൾ നിനക്ക് വേഗതയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നീ എന്നെ എന്ത് ചെയ്ത് മോഷ്ടിച്ചത്. പിന്നെ ഞാൻ എന്താണ്, പിന്നെ നീ സ്വയം റെഡിയായി വന്നിട്ടുണ്ട്, നീ ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടല്ലേ മോഷ്ടിച്ചത്. ഓക്കെ, അതായത് വേഗത്തിൽ ഓടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്ത് ശ്രമിക്കാനാണ് എന്നുള്ളതാണ് ഇയാൾ തിരിച്ച് പറയുന്നത്. ഇൻ തലാബിസ് ജ്യൂത്യു വജാഹിസ് നഫ്സക് മാ ശരിഖ് ഇല്ല ഇൻ ആരിഫ് അന്നക ഫൽത റബൽ എന്നുള്ളതാണ് ആ വാക്ക്. അപ്പോൾ മറ്റേ ആൾ പെട്ടി എടുത്തുകൊണ്ട് പോയ അയാൾ പറയാണ് അയ്വ ലാക്കിൻ അൽ യൗം അന ഫീ വാഹിദ് ഹിക്മ. അപ്പോൾ ഇയാൾ പറയാണ് അയ്വ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നുള്ളതിന് പറയുന്നതാണ് അയ്വ. ലാക്കിൻ എന്നാൽ അല്യവും എന്ന് പറഞ്ഞാൽ ഇന്ന്. അപ്പോൾ ലാക്കിൻ എന്നാൽ ഇന്ന്, അനഫി വാഹിദ് ഹിക്മ, അനാന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ഫി വാഹിദ് ഹിക്മ എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹിക്മ എന്ന് പറഞ്ഞൊരു തത്വം, ഒരു ഫിലോസഫി എന്ന് പറയുന്നതാണ് ഹിക്മ, ഒരു ലോജിക്ക് പറയാണ്. ഫി വാഹിദ് എന്നുള്ളത് ഒന്നാണ്. അപ്പോൾ ഫി എന്നുള്ളത് ഇവിടെ ഉദ്ദേശം എന്താണ്? ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അന ഫി വാഹിദ് ഹിക്മ എന്നുള്ള ഉദ്ദേശം എന്താണ്? ഇന്ദി വാഹിദ് ഹിക്മ, അതായത് എൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു ഹിക്മത്തുണ്ട്, ഒരു തത്വമുണ്ട് എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ബ്രോക്കൺ ലാംഗ്വേജ് ആണ് ആ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഹിക്മ പറയാനുണ്ട് എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. ശരി, എന്നിട്ട് ഇയാൾ പറയുകയാണ് ഇൻസാൻ ലാസിം ഹാവൽ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ,
മനുഷ്യൻ ലാസിം ഹാവൽ, അവരെന്തായാലും ട്രൈ ചെയ്യണം. ലാസിം ഹാവൽ, തീർച്ചയായും ട്രൈ ചെയ്യണം. കുല്ലു മറ, എല്ലാ സമയവും എന്ത് ചെയ്യണം, അവൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. കുല്ലു മറ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കിൽ മറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുല്ല് എന്നാണ് വാക്ക്, അത് സംസാരത്തിലുള്ള കിൽ മറ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം എന്നർത്ഥം. ഓക്കെ, മറ എന്ന് പറഞ്ഞാൽ തവണ, പ്രാവശ്യം എന്നർത്ഥം. അപ്പോൾ ഓൾവേസ് എന്ന് പറയുമല്ലോ, അതിനാണ് ഓൾവേസ്. അതിന് മറ്റൊരു വാക്കാണ് അലത്തൂൽ എന്നുള്ളൊരു വാക്കാണ്, അലത്തൂൽ, ഓൾവേസ് എന്നതിന്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രാവശ്യം എന്ത് ചെയ്യണം, മനുഷ്യൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഹുവ ഈജി ഫഷൽ, ഹുവ ഈജി ഫഷൽ, ബ്രോക്കൺ ലാംഗ്വേജ് ആണ് ഈജി എന്നുള്ളത്. ഓക്കെ, ഹുവ ഈജി ഫഷൽ എന്ന് പറഞ്ഞാൽ അവൻ തോൽക്കും. ലാക്കിൻ ലാസിം ഹാവൽ, പക്ഷേ അവൻ എന്ത് ചെയ്യണം, തീർച്ചയായും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്താണ്, ഇൻസാൻ ലാസിം ഹാവൽ, മനുഷ്യൻ എന്ത് ചെയ്യണം, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഖിൽ മറ ഹുവ ഈജി ഫഷൽ, അവൻ തോൽക്കും. ലാക്കിൻ ലാസിം ഹാവൽ, പക്ഷേ അവൻ എന്ത് ചെയ്യണം, പിന്നെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ അയാൾ തിരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാ ബജാഹത്ത്, യാ ബജാഹത്തക് എന്നുള്ളതാണ്. യാ ബജാഹത്തക് എന്ന് പറഞ്ഞാൽ പിന്നെ അതും ഈ സംസാരത്തിലുള്ള, അറബി സംസാരത്തിലുള്ള പ്രയോഗമാണ്. നീ പറയല്ലോ, നീ അത്ര മോശക്കാരനൊന്നുമല്ലല്ലോ, അതായത് ഒരു നല്ലതല്ല, ഒരു ബാഡ് വേർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. യാ ബജാഹത്തക്, നീ അത്ര മോശക്കാരനല്ലല്ലോ, നമുക്ക് അങ്ങനെ തൽക്കാലം ഇപ്പം അങ്ങനെ പറയാം. ഓക്കെ, എന്നിട്ട് പറയണം ഹറാമി വആദക് ലാ തത്ഫൽസഫ്. ഓക്കെ, ആദക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം എന്നർത്ഥത്തിൽ പറയുന്നത്. ഇപ്പോൾ ബർദു, കമാൻ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ഓൾസോ എന്നർത്ഥത്തിൽ. അപ്പോൾ വആദക്, അതോടൊപ്പം, ലാ തത്ഫൽസഫ്, നീ എന്ത് ചെയ്യണ്ട, പിന്നെ ഫൽസഫ് പറയണ്ട, അതായത് ഒരുപാട് സംസാരിക്കേണ്ട എന്നതിന് പറയുന്നതാണ് ലാ തത്ഫൽസഫ്. ഓക്കെ, അപ്പോൾ എന്താണ്, യാ ബജാഹത്തക്, അപ്പോൾ നീ ആൾ മോശമൊന്നുമില്ലല്ലോ, ഹറാമി എന്ന് വിളിച്ചിട്ട് പറയാണ് വആദക് ലാ തത്ഫൽസഫ്, നീ ഒരു ഹറാമിയാണ്, അതോടൊപ്പം എന്ത് ചെയ്യണ്ട, നീ വലിയ വർത്താനൊന്നും പറയണ്ട, ഒരുപാട് സംസാരിക്കേണ്ട, വലിയ തത്വങ്ങളൊന്നും പറയണ്ട എന്നാണ് ഇയാൾ പറയുന്നത്. യാ ബജാഹത്തക് ഹറാമി വആദക് ലാ തത്ഫൽസഫ് എന്നാണ് അയാൾ പറയുന്നത്. മാ ഷാ അല്ലാ അലൈക്ക് എന്നുകൂടി പറയുന്നുണ്ട്, അതും സംസാരത്തിൽ വരുന്നൊരു പ്രയോഗമാണ്. നേരത്തെ പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ പറയുന്ന ഇവർ പറയുന്ന ഒരു പ്രയോഗമാണ് മാ ഷാ അല്ലാ അലൈക്ക് എന്നുള്ളത്. ഓക്കെ, അത് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് ഇയാൾ പറയുകയാണ് ബുസ്സ വൻഗല, ബുസ്സ എന്ന് പറഞ്ഞാൽ ബുസ്സ എന്ന വാക്ക് എന്താണ്, ഖുദ്, എടുക്ക്. ബുസ്സ പെട്ടിയെടുത്തോ, വൻകല എന്ന് പറഞ്ഞാൽ വിട്ടോ, പെട്ടി എടുത്തിട്ട് നീ വിട്ടോ എന്ന് ഇയാൾ പറയാണ്. ഓക്കെ, അപ്പോൾ മറ്റേ പറയണത് ഖലാസ്, മതി. ഇൻത ലേയ്സ് സൊറഹ്, ലേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിന്. സൊറഹ് എന്ന വാക്ക് എന്താ പറഞ്ഞത്, സ്ക്രീമിങ്. നീ എന്തിനാണ് ഇങ്ങനെ ഒച്ചെടുക്കുന്നത്, എന്തിനാണ് എന്ന് ഇയാൾ ചോദിക്കണം. ഖലാസ് ഇൻത ലേയ്സ് സൊറഹ്, എന്തിനാണ് നീ ഒച്ചയെടുക്കുന്നത്. സംഗതി അത് ബ്രോക്കൺ ലാംഗ്വേജ് ആണ്, പക്ഷേ ഉദ്ദേശം ഇതാണ്. എന്നിട്ട് അയാൾ തന്നെ പറയണത് അന ഫി വാഹിദ് ഇത്തിഫാഖ്, അന ഫി വാഹിദ് ഇത്തിഫാഖ്. ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഗ്രിമെൻറ്റ്, സമ്മതം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ഒരു എഗ്രിമെൻറ്റിലെത്താം, ഒരു യോജിപ്പിലെത്താം എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയണം അന യുസവി ലോബ്, ഓക്കെ, ഞാനൊരു ഗെയിം പിന്നെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗെയിം, നമുക്കൊരു ഗെയിം കളിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലോബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം. ഓക്കെ, എന്നിട്ട് പറയണം ഇൻത ഫൗസ് എന്ന വാക്ക് എന്താണ്, വിജയം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻത ഫൗസ്, നീയാണ് ജയിക്കുന്നത് എങ്കിൽ, അപ്പോൾ ഇതാ തഫൂസ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഇതൊക്കെ ബ്രോക്കൺ ലാംഗ്വേജ് ആണ് പറയുന്നത്. ഓക്കെ, ഇൻത ഫൗസ്, നീ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻത ഷീൽ ഷന്ത, നീ എന്ത് ചെയ്തോ, പെട്ടിയെടുത്ത് പോയിക്കോ എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇനി അന ഫൗസ്, ഞാനാണ് ജയിക്കുന്നതെങ്കിലോ, അനശീൽ ഷന്ത, ഞാൻ പെട്ടിയെടുത്ത് പോകും. ഓക്കെ, അപ്പോൾ രണ്ടാണ് സമ്മതിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മറ്റേ ആൾ പറയുന്നത് നുജരീബ്. ഓക്കെ, അത് ശരിയായ ഒരു അറബിയാണ്. നുജരീബ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ട്രൈ എന്ന് പറയാണ്. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതിന് പറയുന്നതാണ് എന്ത്, നുജരീബ്. ഓക്കെ, എന്താണ് നുജരീബ്, നമുക്കത് ചെയ്യാം. ഓക്കെ, അങ്ങനെ അവർ അവിടെ നിൽക്കുന്നു. അപ്പോൾ മറ്റേ പറഞ്ഞു ജാഹിസ്, റെഡിയാണോ, റെഡിയല്ലേ, 1 2 3 പറഞ്ഞിട്ട് രണ്ട് സൈഡിലേക്കും ഓടുക. ഓക്കെ, അതാണ് സംഗതി. ഇനി ഒന്നുകൂടി ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ കേൾക്കാവുന്നതാണ്. അപ്പോൾ അത് ഇനി നോർമൽ സ്പീഡിലാണ് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അത് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. ഇനി മുഴുവനായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചില പ്രയോഗങ്ങളൊക്കെ, അത് ശരിയായ അറബി സംസാരിക്കുന്ന ആളുണ്ടല്ലോ, ഒരു മറ്റേ താടിക്കാരൻ, അപ്പോൾ അയാളുടെ സംസാരം നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക, ലിസൺ ചെയ്യുക, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചിലത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും നിങ്ങളെന്ത് ചെയ്യുക, ഒന്ന് ബാക്ക്വേർഡ് വന്നിട്ട് അതൊന്നുകൂടി കേൾക്കുക, എന്നിട്ട് വീണ്ടും ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ആ വീഡിയോയിലേക്ക് പോകാം.
هذا ممكن شنطة في فلوس زيادة. ممكن. السلام عليكم. السلام ورحمة الله. لا حول ولا قوة إلا بالله. أوي. السلام عليكم. وعليكم السلام. تفضل أخ حرامي. أنا يهرب أنت ما يجي أكيد هذا شنطة ما في فلوس صح؟ لا والله إن فيها فلوس فيها 100,000. 100,000 أنت ليش ما يركض؟ بيني وبينك أنت ما سرقتني ولا أنت عارف إنك سريع. أيوة لكن أنت لازم حاول. إيش من أحاول أنت لابس جوتي ومجهز نفسك ما سرقت ولا أنت عارف إنك فلته ربل. أيوة لكن اليوم أنا في واحد هيك ما إنسان لازم يجي يحاول كل مرة هو يجي فشل لكن لازم حاول. يا بجاحتك حرامي وعدك لا تفلسف ما شاء الله عليك بز الشنطة وانقلع. أيوة خلاص أنت الله يصرخ أنا في واحد اتفاق أنا يسوي لعبة أنت فوز أنت شيل شنطة أنا فوز أنا شيل شنطة نجرب. جاهز؟ جاهز. 1 2 3. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം സ്പോക്കൺ അറബിക്കിൻ്റെ ഒരു എങ്ങനെ ലിസൺ ചെയ്ത് നമുക്കത് മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു ശരിക്കും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള വീഡിയോകളെല്ലാം വരുന്ന വീഡിയോകളും ഇനി മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ ഒരു അറബി സംസാരിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും ഇത്തരത്തിലുള്ള ലിസണിങ് പ്രാക്ടീസിനുള്ള സ്പോക്കൺ അറബിക് വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. മഅസ്സലാമ.